ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഉച്ചയൂണ് പ്രിപ്പറേഷനിലാണ് ഞാൻ. അപ്പം ഇന്ന് ബീഫ് വരളയല്ല, ബീഫ് ഒരു റോസ്റ്റും ഒരു തേങ്ങ അരച്ച ചക്കക്കുരു ഒക്കെ ഇട്ട് മുരിങ്ങക്കോലൊക്കെ ഇട്ടുള്ളൊരു കറിയും വെക്കാമെന്ന് വെച്ചാണ്. അപ്പം ഞാൻ ആദ്യം ബീഫിനുള്ള ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചക്കക്കുരു ഇട്ടുള്ള ഇതിനുള്ള മാങ്ങ അരിഞ്ഞു വെച്ചു, മുരിങ്ങക്കോലെല്ലാം അരിഞ്ഞു വെച്ചു. പിന്നെ ഞാൻ ബീഫെല്ലാം ആദ്യം തന്നെ നമ്മുടെ പണിയെല്ലാം ഒതുക്കുകയാണ്. ബീഫെല്ലാം അരിഞ്ഞു വെച്ചു. അപ്പോൾ ചക്കക്കുരു ഞാൻ ആദ്യം തന്നെ മുരിങ്ങക്കോൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഒന്ന് ചക്കക്കുരു റെഡിയാക്കുവാണ്. ഇതിൻ്റെ പുറകിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ പുറകിൽ ഒരാളിരുന്ന് കുസൃതി കാണിക്കുന്നുണ്ട്, എൻ്റെ ഇളയ പുത്രൻ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അരി ഇട്ടിട്ടുണ്ടായിരുന്നു. അരി വെന്ത് ഞാനത് മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ പയറുമെഴുക്കോട്ടിട്ടുള്ള പയർ അരിഞ്ഞു വെച്ചു. അതിനകത്ത് സവാളയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളകും എല്ലാം ഇട്ട് അത് വെള്ളം ഒഴിച്ചിട്ട് അത് ഞാൻ ഒന്നും പറയാൻ പറ്റുന്നില്ല, വെള്ളം ഒഴിച്ചിട്ട് അതും അടുപ്പിൽ വെച്ചു. എന്നിട്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇളയ പുത്രൻ ഇങ്ങനെ പണി തന്നിട്ടുണ്ടായിരുന്നു. പൊട്ടറ്റോയും ഉള്ളിയും എല്ലാം താഴെ വലിച്ചു വാരിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ഒന്ന് അടുക്കി പറക്കി. എന്നിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ച പയറിനകത്ത് എണ്ണ ഒഴിച്ച് അതൊന്ന് മെഴുക്കുവരട്ടി ആക്കിയെടുത്തു. ഇത് നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം കൂടി ഇട്ടിട്ട് സ്പൈസസ് എല്ലാം ഇട്ട് അതൊന്ന് വറുത്തെടുത്തിട്ട് പെരുംജീരകം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഗരം മസാല ഇച്ചിരി, പിന്നെ നമ്മുടെ മീറ്റ് മസാല ഇച്ചിരി ഇട്ടിട്ട് ഒരു 2 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് അത് നമ്മുടെ ബീഫിന് വേണ്ടിയിട്ടുള്ള ഇത് പൊടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വറുത്തെടുത്തിട്ട് ഞാനിത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കും. അപ്പം ഇത് സ്പൈസസ് എല്ലാം ഇട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഞാൻ അതിനകത്തോട്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് കടുകും ഇഞ്ചി വെളുത്തുള്ളിയും സവാളയും ആ പൊടിച്ച പേസ്റ്റും അതിൻ്റെ ഇടയ്ക്ക് തക്കാളി ഇട്ടിട്ടുണ്ട്, അതെല്ലാം കൂടെ വഴറ്റിയെടുക്കുക. അത് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ ബീഫ് എടുക്കാൻ പോയിക്കോണേ. അപ്പം ഞാൻ ബീഫ് എടുത്തുകൊണ്ട് വന്ന് ബീഫ് കഴുകി വെച്ചേക്കുമായിരുന്നു, അരിഞ്ഞ് കഴുകി വെച്ചത് ഇതിനകത്തോട്ടിട്ട് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് നല്ലതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം ആ ജാറിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് വെള്ളവും കൂടെ അതിനകത്തോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മളത് കുക്കറിലിട്ട് ഒരു 6 വിസിലടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വെള്ളം കുറച്ച് വെച്ചാൽ ബീഫ് റോസ്റ്റ്, വെള്ളം കൂട്ടി വെച്ചാൽ ബീഫ് കറി. ഇതാണ് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്നത്. അപ്പം അതിനിടയ്ക്ക് അവിടെ എല്ലാം വലിച്ചു വാരിയിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ ഒന്ന് തൂത്ത് വരാൻ പോയി, അല്ലെങ്കിൽ അവൻ അവിടെ എല്ലാം പിന്നെയും വാരിയിട്ടുകൊണ്ടേയിരിക്കും. പിന്നെ അതിനിടയ്ക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനിടയ്ക്ക് പണ്ടൊക്കെ പറയുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് എന്നിട്ട് അവന് സന്തോഷമായി. അപ്പം അതിനിടയ്ക്ക് ഞാൻ മറ്റേ മുരിങ്ങക്കോലിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. അതിന് ഞാൻ തേങ്ങ, ഇച്ചിരി ഒരു വെളുത്തുള്ളി, ഒരു സവാള, പിന്നെ ജീരകം എല്ലാം കൂടെ അരച്ചിട്ട് അത് മഞ്ഞൾപ്പൊടി ഇട്ട് അരച്ചതിന് ശേഷം അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പച്ചമുളക് ചേർക്കാറില്ല, കാരണം കുഞ്ഞുങ്ങൾക്ക് ഇത് ഒഴിച്ചാണ് ചോറ് കൊടുക്കുന്നത്. അപ്പം അവർക്ക് എരി വേണ്ടാത്തത് കൊണ്ട് ഞങ്ങളും എരിയില്ലാതാണ് കഴിക്കുന്നത്. അങ്ങനെ കറിയാക്കി അതിനി ഒന്ന് കടുക് വറുത്തിടണം. അപ്പം അതിനിടയ്ക്ക് അവിടെ അരി വെന്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ഊറ്റാനങ്ങാണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ കറിക്കുള്ള കടുക് വറുത്തിടാൻ വേണ്ടിയിട്ട് വറ്റൽമുളകും സവാളയും കടുകും എല്ലാം ഇട്ടിട്ട് അതൊന്ന് കടുക് വറുത്ത് കറിവേപ്പില എല്ലാം ഇട്ട് കടുക് വറുത്ത് മാറ്റി വെച്ചു. അതിനുശേഷം നല്ല വിശപ്പായി, കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം പയറുമെഴുക്കോട്ടിയും നല്ല മുരിങ്ങക്കോലിട്ട ചക്കക്കുരുവൊക്കെ ഇട്ട് മാങ്ങ ഇട്ട കറി കൂട്ടി നല്ലതായിട്ട് മുണുങ്ങ് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.